شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, 20 രാവുകൾ ഇതാ പിന്നിടുകയാണ്. 20ാമത്തെ രാവിൽ നമ്മളിന്ന് സംസാരിക്കുന്നത് മഹാനായ ഇമാം ത്വബറാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ 3 കൃതികൾ അൽ മുഅ്ജമുൽ കബീർ, അൽ മുഅ്ജമുൽ ഔസത്ത്, അൽ മുഅ്ജമുൽ സഗീർ, ഇത് 3ഉം ഹദീസ് ക്രോഡീകരിച്ചു വെച്ച അദ്ദേഹത്തിൻ്റെ ലോകപ്രസിദ്ധമായ കൃതികളാണ്. ഇതിനെ സംബന്ധിച്ചും ഇവയിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ, അത് പ്രത്യേകിച്ചും മുഅ്ജമുൽ കബീറിൽ നിന്ന് നമ്മളൊരു ഹദീസിനെയും ഇന്ന് റിവായത്ത് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ്. എന്താണ് ഈ മുഅ്ജം? ഇതുവരെ നമ്മൾ കേൾക്കാത്ത ഒരു ഹദീസ് ഗ്രന്ഥത്തിൻ്റെ പേര് അൽ മുഅ്ജം. നമ്മൾ കുറേ ഹദീസ് ഗ്രന്ഥങ്ങളുടെ വൈവിധ്യം കേട്ടു. ഇപ്പോൾ സ്വഹീഹുകൾ, സുനനുകൾ, മുസ്നദുകൾ, മുസന്നഫുകൾ, ഇപ്പോൾ അവസാനം മുസ്തദ്റക്ക്, ഇമാം ഹാക്കിമിൻ്റെ മുസ്തദ്റക്ക് ഇമാം ഹാക്കിമിന് മാത്രമല്ല, വേറെ ചില പണ്ഡിതന്മാർ മുസ്തദ്റക്ക് എന്ന ശ്രേണിയിൽ ഹദീസ് ഗ്രന്ഥങ്ങൾ രചിച്ചേ കാണാം. മുസ്തദ്റക്ക് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അഥവാ മുൻകാല പണ്ഡിതന്മാർ നിബന്ധന വെച്ച ആ നിബന്ധനകൾ ഉൾക്കൊണ്ടിട്ടും ചിലപ്പോൾ അവരൊന്നും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അവിടെ കൃതികളിൽ ആ നിബന്ധന വെക്കുന്ന ഹദീസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത്തരം ഹദീസുകളെ പിൽക്കാലത്ത് ക്രോഡീകരിച്ച് വെക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ അല്ലേ, ആ ഹദീസുകളോടൊപ്പം സ്വഹീഹുകളോടൊപ്പം ക്രോഡീകരിച്ച് വെച്ചതാണ് ഇമാം ഹാക്കിമിൻ്റെ മുസ്തദ്റക്ക് എന്നൊക്കെ നമ്മളവിടെ മനസ്സിലാക്കി. അപ്പോൾ മുസ്തദ്റക്കുകളുടെ ഒരു പ്രത്യേകത നമ്മളവിടെ തിരിച്ചറിഞ്ഞതാണ്. ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പറഞ്ഞ മുഅ്ജം എന്ന ശരിക്കും വാക്കത്തെ ഡിക്ഷണറി എന്നാണ് മുഅ്ജം എന്ന് പറയാം. അഥവാ അലിഫ് ബ ത സ ഓർഡറിൽ, ആൽഫബറ്റ് ഓർഡറിൽ എന്ത് ചെയ്യുന്നു, അലിഫ് ബ ത ഓർഡറിൽ സ്വഹാബിമാരുടെ പേരുകളിൽ ഇങ്ങനെ ഹദീസുകളെ ക്രോഡീകരിച്ച് വെച്ച കൃതി, അതാണ് മുഅ്ജമുൽ കബീർ. ഇൻഷാ അല്ലാഹ് അത് ഗ്രന്ഥ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് വളരെ വിശദമായിട്ട് പറയാം. ആദ്യം ഇമാം ത്വബറാനി റഹ്മത്തുള്ളാഹി അലൈഹി. ത്വബറാനിയെ നമ്മൾ പലരും കേട്ടവരാൻ. ത്വബറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാട്ടിലേക്ക് ചേർത്തിട്ടാണ്. ഫലസ്തീനിലെ തിബിരിയാസ് എന്ന് പറയുന്ന പലസ്തീനിലെ ഒരു നാട്ടിലേക്കാണ് അദ്ദേഹം ചേർക്കപ്പെട്ടത്. അതാണ് ത്വബറാനി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അൽ ഇമാം അൽ ഹാഫിൾ അബുൽ ഖാസിം സുലൈമാൻ ഇബ്നു അഹ്മദ് ഇബ്നു അയ്യൂബ് ഇബ്നു മുത്തൈർ അൽ ലഖ്മി അത്തൊബറാനി റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മൾ പറഞ്ഞു അത്തൊബറാനി എന്നുള്ള പേര് ആ നാട്ടിലേക്ക് ചേർത്ത് പറഞ്ഞതാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് കുനിയത്ത് അബുൽ ഖാസിം ആണെങ്കിലും സുലൈമാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ നാമം. ആരെപ്പോലെ, അബൂദാവൂദിനൊക്കെ പോലെ സുലൈമാൻ ഇബ്നു അഷ്അസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, സിജിസ്ഥാനി എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. സുലൈമാൻ എന്നുള്ള പേരിൽ ഒരുപാട് മുഹദ്ദിസീങ്ങളുണ്ട് എന്നർത്ഥം. പോട്ടെ, ഇദ്ദേഹം ഹദീസ് വിജ്ഞാനീയത്തിൽ ഏറ്റവും കൂടുതൽ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു നാമമാണ് ഇമാം ത്വബറാനിയുടെ നാമം. കാരണം ഹദീസ് ക്രോഡീകരിച്ച് വെച്ച പണ്ഡിതന്മാർ പലരും പല നാടുകളിലേക്ക് യാത്ര പോയത് നമ്മൾ പറയാറുണ്ട്. ഇവരുടെയൊക്കെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിൽ, രാജ്യങ്ങളായിരുന്നു ഇവർ താണ്ടി കടന്നത്. കുന്നും മലകളും താണ്ടി അല്ലെ, വെയിലും ചൂടും തണുപ്പും വസന്തവും ഒന്നും വകവെക്കാതെ, മഴയും ഒന്നും വകവെക്കാതെ അവർ യാത്രകൾ പോയത്. കുടുംബവും ഒക്കെ പലപ്പോഴും കുടുംബങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ടുള്ള ജീവിതങ്ങൾ നയിച്ചത് ഹദീസുകളെ ശേഖരിക്കാനും അത് ലോകത്തിലേക്ക് പടർത്താനുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പണ്ഡിതന്മാരുടെ ചരിത്രം വായിക്കുമ്പോഴും സിറിയ, അത് ഷാമിലെ പല ഏരിയകൾ, ഇറാഖിലേക്ക്, ഈജിപ്തിലേക്ക്, അതുപോലെ തന്നെ മക്കയിലേക്ക്, മദീനയിലേക്ക് ഇങ്ങനെ പോയി നമ്മൾ പല ആവർത്തി പറയുമ്പോൾ നമുക്കതൊരു കല്ലുകടി പോലെ, അതല്ലെങ്കിൽ ഇതിങ്ങനെ ആവർത്തനം പോലെ, ആവർത്തന വിരസത പോലെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. പക്ഷേ ഈ യാത്രകളൊക്കെ ഹദീസുകൾ ശേഖരിച്ചു വെക്കാൻ ഓരോരുത്തരും പോയത് അധികവും ഒരേ സ്ഥലത്ത്. കാരണം ഇതൊക്കെയായിരുന്നു അന്നത്തെ പറയപ്പെട്ട ഹദീസുകൾ നിറഞ്ഞു നിന്നിരുന്ന, മുഹദ്ദിസുകൾ നിറഞ്ഞു നിന്നിരുന്ന, മഹാപണ്ഡിതന്മാർ നിറഞ്ഞു നിന്നിരുന്ന നാടുകളെന്നെങ്കിലും നമുക്കത് അറിയാൻ വേണ്ടിയാണ്. ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ആൾ, ഹദീസുകൾക്ക് വേണ്ടി ഒരു പുരുഷായുസ് മുഴുവൻ യാത്ര ചെയ്ത ആൾ, കാരണം 30ലേറെ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്ത ആളാണ് ഇമാം ത്വബറാനി റഹ്മത്തുള്ളാഹി അലൈഹി എന്നാണ്. 30 രാജ്യങ്ങൾ മാത്രമല്ല, ചില പണ്ടാണ് 30 വർഷത്തോളം യാത്ര ചെയ്ത ആൾ, 30 ആയുസ്സിലും 30 കൊല്ലവും അറിവ് തേടി യാത്ര പോയ ഒരാൾ എന്ന കീർത്തി അത് ഇമാം ത്വബറാനിക്ക് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ യാത്രകൾ അത്രമേൽ, അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് പണ്ഡിതന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പണ്ഡിതന്മാർ അദ്ദേഹത്തിന് ഗുരുനാഥന്മാരുണ്ടായിട്ടുണ്ടായിരുന്നു.
ഗുരുനാഥന്മാരുടെ ഒരു പ്രത്യേകതകളെ പറയുമെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഇമാം ഹാക്കിമിൻ്റെ സംഭവം എടുത്തുദ്ധരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. ഗുരുനാഥന്മാരെന്തിനാണ് നമ്മളിങ്ങനെ സ്മരിക്കണത് എന്ന്. അതിൻ്റെ കാരണം ഇമാം തൊബറാനിയുടെ ചില കൃതികളുടെ ക്രോഡീകരണത്തിൻ്റെ രീതികളെ സംബന്ധിച്ച് വായിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ടാണ് നമ്മൾ ഗുരുനാഥന്മാരെങ്ങനെ പറഞ്ഞു പോകുന്നത്. വിദ്യ തേടി അദ്ദേഹം വിവിധ രാജ്യങ്ങൾ സഞ്ചരിച്ചു എന്ന് പറഞ്ഞു. ഇദ്ദേഹം ജനിക്കുന്നത് ഹിജറ 260കളിലാണ്. 260 ഫലസ്തീനിലെ അക്കയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഫലസ്തീൻകാരനാണ്. ഇന്ന് ഫലസ്തീൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വേദനയും നോവുമാണ്. എന്നാൽ ആ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പണ്ഡിതന്മാർ ഉയർന്നു വന്നിട്ടുണ്ട്. അവർ വിട്ടേച്ചു പോയ ഹദീസുകളെ നമ്മളിന്നും വായിക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. 13ാമത്തെ വയസ്സിൽ അദ്ദേഹം ഹദീസ് പഠനം ആരംഭിച്ചുവെന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. വാപ്പയോടൊപ്പം യാത്രകൾ തുടങ്ങി. ഹദീസ് തേടി വാപ്പയോട്, കാരണം വാപ്പയും ഒരു ഹദീസ് പണ്ഡിതനായിരുന്നു, ഹദീസ് പഠിക്കാൻ നല്ല താല്പര്യമുള്ള ആളായിരുന്നു. ഉപ്പയോടൊപ്പമാണ് യാത്രകൾ അധികവും. ആദ്യമൊക്കെ ഷാമിലേക്കും, പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഈജിപ്തിലേക്കും, അത് കഴിഞ്ഞ് ഇറാഖിലേക്കും, കുഫ, ബസറ പോലുള്ള നാടുകളിലേക്കും, അത് കഴിഞ്ഞ് ഹിജാസ്, മക്ക, മദീന പോലുള്ള ജസീറത്തുൽ അറബിലേക്കുമൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്രകൾ. അവിടെ മാത്രമല്ല, യമനിൽ അദ്ദേഹം ഒരുപാട് കാലം ചെലവഴിച്ചു. അതും കഴിഞ്ഞ് മറ്റുള്ള പണ്ഡിതന്മാരിൽ നിന്നൊക്കെ വിഭിന്നമായി പേർഷ്യൻ രാജ്യങ്ങളിൽ ഇദ്ദേഹം ഊരുചുറ്റി ഹദീസുകൾ തേടിയെന്നാണ്. പ്രത്യേകിച്ച് ഇറാനെ പോലുള്ള രാഷ്ട്രങ്ങളിൽ അന്നത്തെ പണ്ഡിതന്മാരുടെ സദസ്സുകളിൽ അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നുവെന്നാണ്. ഒടുവിൽ ഈ ഇടങ്ങളിലെല്ലാം സഞ്ചരിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മരണപ്പെടുന്നത്. ഇസ്ഫഹാൻ എന്ന് പറയുന്ന ഇറാനിലൊരു പട്ടണത്തിൽ അവിടെ സ്ഥിരതാമസമാക്കി തൻ്റെ 100ാമത്തെ വയസ്സിൽ, ഏകദേശം ഹിജറ 360കളിൽ അദ്ദേഹം മരണമടയുകയും ചെയ്തു എന്നാണ്. 100 കൊല്ലം ജീവിച്ചു. ആ 100 കൊല്ലവും അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത് അറിവുകൾക്ക് വേണ്ടിയാണ്. ഒരിക്കൽ റസൂലുള്ള പറഞ്ഞു, തൂബ, ചില ആളുകൾക്ക് മംഗളം, ലിമൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ആയുഷ് ദീർഘിക്കുകയും കർമ്മങ്ങൾ നന്നാക്കുകയും ചെയ്തവർക്ക് മംഗളമാണ്, അവർക്ക് നല്ല അഭിവാദ്യങ്ങൾ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ജീവിതത്തിൽ ആയുഷ് കൂടി. ആ ആയുഷിനെയൊക്കെ ഇദ്ദേഹം യാത്രകളിലൂടെയും അറിവുകൾ അന്വേഷിച്ചുകൊണ്ടും അദ്ദേഹം ജീവിച്ചു തീർത്തു. ആ അറിവുകൾ ലോകത്തിന് വേണ്ടി അദ്ദേഹം സമർപ്പിക്കുകയും ചെയ്തു എന്നുള്ളിടത്താണ് നമ്മൾ ഇന്നിവിടെ ഈ ഒരു കാര്യം ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് ഗുരുനാഥന്മാർ ഇമാം തൊബറാനിക്കുണ്ട്. ഈ ഗുരുനാഥന്മാരൊക്കെ സ്മരിച്ചു കൊണ്ടാവാം അദ്ദേഹം ഇതുപോലത്തെ മോജമുകൾ എന്ത് ചെയ്തിട്ടുള്ളത്, ക്രോഡീകരിച്ച് വെച്ചിട്ടുള്ളത്, രചിച്ചു വെച്ചിട്ടുള്ളത്. മോജം എന്ന് പറയുന്നത് നമ്മൾ വേറെ പറഞ്ഞു, അലിഫ് ബാ ത ഓർഡറിലുള്ള ഹദീസ് കൃതികളാണ്. ഹദീസുകൾ ഇങ്ങനെ ക്രോഡീകരിച്ചതാണ്. മൊജമുൽ കബീർ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായതാണ്. മൊജമുൽ കബീർ 3 മൊജമുകളാണ്. മൊജമുൽ കബീർ ഏറ്റവും വലിയ മൊജം. മൊജമുൽ ഔസത്ത് എന്ന് പറഞ്ഞാൽ മിഡിലായിട്ട് നിൽക്കുന്ന, അല്ലെ, ഒരു മധ്യമമായിട്ട്, അഥവാ കബീറിൻ്റെ അത്ര എത്തൂല. പിന്നെ ഏറ്റവും ചെറുത് അൽ മുഅ്ജമുസ് സഗീർ. ഇത് മൂന്നിനും വ്യത്യസ്തതകളുണ്ട്, മൂന്നിനും 3 പ്രത്യേകതകളുണ്ട്. മുഅ്ജമുൽ കബീർ എന്ന് പറഞ്ഞ ഹദീസ് കൃതി വായിച്ചു നോക്കുകയാണെങ്കിൽ, ഹദീസുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ റാവിമാരെ പറ്റി വരെ നമുക്ക് വായിക്കാൻ പറ്റും. ഒരു താബിയനെ പറ്റി, സഹാബിയെ പറ്റി, തബൂ താബിയനെ പറ്റി, ഹദീസ് പരമ്പരകളിലെ ആളുകളെ പറ്റി വരെ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മുഅ്ജം എന്ന് പറഞ്ഞത് ഒരു സാഗരമാണ് എന്നർത്ഥം. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇദ്ദേഹം ഹദീസ് വിജ്ഞാനീയത്തിലെ ഒരു ജബലാണ്, ഒരു പർവ്വതമാണ് ഇമാം തബറാനി എന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. ഇമാം ദഹബിയാണ് ആ വാക്ക് പറഞ്ഞത്, അദ്ദേഹം ഒരു ജബലാണ്. കാരണം ഈ മുഅ്ജമുൽ കബീർ എടുത്ത് വായിച്ചാൽ തന്നെ നമുക്ക് അത്ഭുതമാണ്. കാരണം അതിലിങ്ങനെ അലിഫ് ബാ ത സ ഓർഡറിലാണ് സ്വഹാബിമാരെങ്ങനെ ക്രോഡീകരിച്ചു. എന്നിട്ട് ആ സ്വഹാബിമാരെ പേരിൽ വരുമ്പോൾ ആ സ്വഹാബിമാർ റിവായത്ത് ചെയ്ത ഹദീസുകൾ മുഴുവൻ അതിലുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് അലിഫ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ആദ്യത്തെ വാള്യത്തിൽ തന്നെ നോക്കിയാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഹദീസുകൾ കാണാം. ഇനി നമുക്ക് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു കിട്ടുകയാണെങ്കിൽ ബാ പോയി നോക്കിയാൽ മതി. അതേപോലെ ഇനി അടുത്ത സീന്, വേറെ ഏതെങ്കിലും ഒരു സീന് വെച്ച് തുടങ്ങുന്ന പണ്ഡിതനാണെങ്കിൽ, സ്വഹാബിയാണെങ്കിൽ, അല്ലേ, ആ പേര് വെച്ച് പോയാൽ മതി. അങ്ങനെയാണ് ഒരു ഡിക്ഷണറി ലെവലിലാണ് ഹദീസുകളുടെ അദ്ദേഹം എന്ത് ചെയ്ത് ക്രോഡീകരിച്ചത്. അതാണ് ആ ഒരു പേര്. പിന്നെ അതിലുള്ള റാവിമാരെ സംബന്ധിച്ചുള്ള പ്രതിപാദനങ്ങളുണ്ട്. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരെ അദ്ദേഹം നന്നായി പരിഗണിച്ചു. ആ ഉസ്താദുമാരെ ആരൊക്കെയാണ് എന്ന് ലോകത്തിന് കേൾപ്പിച്ചു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും, അവരൊക്കെ പണ്ഡിതന്മാരായിരുന്നു, അവർക്കൊക്കെ റിവായകളുണ്ട്, ഹദീസുകളുണ്ട് എന്ന് അറിയിക്കാനും വേണ്ടി ഇദ്ദേഹം മുഅ്ജമുൽ ഔസത്തിനെ ക്രോഡീകരിച്ചു എന്നാണ്. മുഅ്ജമുൽ കബീറിന് ശേഷം മുഅ്ജമുൽ ഔസത്ത്. അതിൽ പറഞ്ഞാൽ ഉസ്താദുമാരുടെ പേരുകൾക്കനുസരിച്ചാണ് അതിൽ ഹദീസുകളുടെ ക്രോഡീകരണം. ഉസ്താദുമാരുടെ പേരുകൾ അലിഫ് ബാ ത ഓർഡറിലാണ് മുഅ്ജം. ഉദാഹരണത്തിന് അദ്ദേഹം ആദ്യത്തെ അലിഫ് കൊണ്ട് തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാർ മുഴുവൻ ഹംസൻ്റെ കീഴിൽ ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് അതിലിങ്ങനെ അവരെ പേര് നോക്കിയാൽ അവർ റിവായത്ത് ചെയ്യുന്ന ഹദീസുകൾ കാണാം.
അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഓരോ ഉസ്താദും വ്യത്യസ്ത വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഷേഖന്മാരെ ഹദീസുകൾ റിവായത്ത് ചെയ്തത് കാണാം. അപ്പോൾ ആ വിഭിന്നത, വിഷയങ്ങളിലെ വ്യത്യസ്തത, വ്യതിരക്തത, അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. ഫിഖ്ഹിലും ചിലപ്പോൾ അല്ലെങ്കിൽ മഗാസി അല്ലെ, യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാകാം, അതല്ലെങ്കിൽ വേറെ വിഷയങ്ങളിലാകാം. അതൊക്കെ ഒരു ഉസ്താദ് പറയുമ്പോൾ ആ ഉസ്താദിൻ്റെ വൈവിധ്യങ്ങളാർന്ന അറിവുകളെ ചികയാനും അതിനെ ചേറാനും അതിനെ കണ്ടെത്താനും ഒരു മതപഠന വിദ്യാർത്ഥിക്ക് സാധ്യമാകുന്ന വിധം മുഅ്ജമുൽ ഔസത്തിനെ ക്രോഡീകരിച്ചു. അതിൽ തന്നെ അതിൻ്റെ മുഅ്ജമുൽ ഔസത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഉസ്താദുമാർ എല്ലാ ഹദീസുകൾക്ക് അപ്പുറത്ത് ഉസ്താദുമാർ റിവായത്ത് ചെയ്ത ഗരീബായ വളരെ അപൂർവങ്ങളായ ചില അപരിചിതത്വം നിറയുന്ന ചില ഹദീസുകൾ ഉണ്ടാവും. ആ ഹദീസുകൾ വേറെ എവിടെയും കാണാത്തൊരു പ്രത്യേകമായ ഹദീസുകൾ ഉണ്ടാവും. ആ ഹദീസുകളാണ് മുഅ്ജമുൽ ഔസത്തിൽ അധികവും. എന്നാൽ മുഅ്ജമുൽ സഗീറിൽ 1000-ഓളം വരുന്ന ഇദ്ദേഹത്തിൻ്റെ ഉസ്താദുമാർ, ഓരോ ഉസ്താദിനും ഓരോ റിവായത്ത്, ഓരോ ഉസ്താദിനും ഓരോ ഹദീസ് വെച്ചിട്ട് ആ ആൽഫബറ്റ് ഓർഡറിൽ ഉസ്താദുമാരുടെ പേരുകൾ ഇങ്ങനെ ആക്കിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഹദീസുകൾ ഇങ്ങനെ ക്രോഡീകരിച്ചു വെച്ചു. ഒരു ഹദീസ് ക്രോഡീകരണ രീതികളെ വ്യത്യസ്ത രീതികളിലാണ് പണ്ഡിതന്മാർ അവരുടെ കൃതികളെ ക്രോഡീകരിച്ചു വെച്ചത്. അത് ചിലപ്പോൾ ഹദീസ് വായന എളുപ്പമാവാൻ, ചിലപ്പോൾ റാവിമാരെ പെട്ടെന്ന് പഠിക്കാൻ, അതുപോലെ തന്നെ പരമ്പരയെ സംബന്ധിച്ചുള്ളൊരു ബോധ്യമുണ്ടാകാൻ, അതില്ലെങ്കിൽ ഇവർക്ക് ഏതൊക്കെ തരം ഹദീസുകൾ ഇവർ റിവായത്ത് ചെയ്തു, ഇവരെ നാടുകൾ അറിയാൻ, ഏതൊക്കെ നാടുകളിലേക്ക് ഇദ്ദേഹം യാത്ര പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ, ആ നാട്ടിലെ പണ്ഡിതന്മാരെ സംബന്ധിച്ചുള്ള ഒരു വിവരം ലഭ്യമാകാൻ ഒക്കെയാണ് മുഅ്ജമുകൾ എന്ത് ചെയ്യുന്നു, പല കാര്യങ്ങൾക്കും വേണ്ടി ഗവേഷണം നടത്താൻ വേണ്ടി മുഅ്ജമു എന്ന കൃതികളെ എന്ത് ചെയ്യാറുണ്ട്, പണ്ഡിതന്മാർ ഉപയോഗിച്ച് പോരാറുണ്ട് എന്നർത്ഥം. സാധാരണക്കാരനും ഹദീസ് പഠിക്കാൻ, ഹദീസ് വായിക്കാൻ ആ ഗ്രന്ഥങ്ങൾ തുറന്നു നോക്കാവുന്നതാണ്. അതാണ് മുഅ്ജമുൽ കബീറും മുഅ്ജമുൽ ഔസത്തും മുഅ്ജമുൽ സഗീറും എന്ന കൃതികളെ സംബന്ധിച്ച് പറയാറുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരിൽപ്പെട്ടവരാണ് അബൂ സുർ അർ-റാസി, അബൂ സുർ അദ്ദമിസ്ഖി, ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം അദ്ദബരി, അബു അബ്ദില്ല അൽ ഹാക്കിം, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അൽ ഹാക്കിം നിസാബൂരി, ഇമാം ഹാക്കിമൊക്കെ ഇമാം ഹാക്കിമിനെ ചെറുപ്പത്തിലാണ് കണ്ടത്. പക്ഷേ ചെറുപ്പത്തിൽ തന്നെ ഇമാം ഹാക്കിമിൽ നിന്ന് ഹദീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമാം തൊബറാനി റിവായത്ത് ചെയ്തുകൊണ്ട് പ്രായം കുറഞ്ഞ ഉസ്താദുമാരുടെ കൂട്ടത്തിൽ ആരെ കാണാം, ഇമാം ഹാക്കിമിനെയൊക്കെ അദ്ദേഹത്തിൻ്റെ പണ്ഡിത ലിസ്റ്റിൽ, ഗുരുനാഥന്മാരുടെ ലിസ്റ്റിൽ നമുക്ക് പേര് വായിക്കാൻ സാധിക്കും. ഏതായാലും ഹദീസ് മനഃപ്പാടമാക്കുന്നതിലും അത് ക്രോഡീകരിക്കുന്നതിലും അദ്ദേഹം കാണിച്ച താല്പര്യം അന്നത്തെ സമകാലികരിൽ അദ്ദേഹത്തെ വ്യതിരക്തനാക്കുകയാണ്. തൊബറാനി ഒരു വലിയ മലയാണ് എന്ന് നമ്മൾ പറഞ്ഞു. 100 വർഷത്തെ ജീവിതത്തിൽ ഭൂരിഭാഗവും അദ്ദേഹം ഹദീസുകൾ ശേഖരിക്കാനും അത് ലോകത്തിന് വ്യാപിപ്പിക്കാനുമാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ആ ആയുഷിനെ മാറ്റിവെച്ചത്. അതുകൊണ്ട് തന്നെ മുഅ്ജമുകൾ എന്ന് പറയുന്നത് ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് മഹാനായ ഇമാം തൊബറാനി റഹ്മത്തുള്ളാഹി അലൈഹി. മുഅ്ജമിൻ്റെ സവിശേഷത നമ്മൾ പറഞ്ഞു, ഏകദേശം 25,000-ഓളം ഹദീസുകൾ 25,000-ഓളം ഹദീസുകൾ അദ്ദേഹത്തിൻ്റെ മുഅ്ജമുൽ കബീറിൽ ഉണ്ട് എന്നാണ്. 25,000-ഓളം ഹദീസേ. അത് നമ്മൾ പറഞ്ഞില്ലേ, ഒരു സ്വഹാബിൻ്റെ പേരിലാണ് അതിങ്ങനെ, ഓരോ സ്വഹാബിമാരുടെ പേരിൽ ആൽഫബറ്റ് ആക്കിയിട്ടാണ് അതെന്ത് ചെയ്തിട്ടുള്ളത്, ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വഹാബികളുടെ ചരിത്രം വായിക്കണം എന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ ഈ പരമ്പര കൊണ്ടുപോകുന്നത് അതല്ലേ, ഒരു സ്വഹാബിനെ പറയും, ആ സ്വഹാബിയുടെ ഹദീസ് പറയും, പിന്നെ ആ സ്വഹാബിനെ നമ്മൾ വിശദീകരിക്കും. ഈ ഒരു ആശയവും ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ തോന്നിയത് അവിടെ നിന്നാണ്. ഇങ്ങനത്തെ ഓരോ വായനകളിൽ നിന്ന് കിട്ടിയതാണ് ഇതുപോലത്തെ ചിന്തകളും. 30 രാവുകൾ ഉപയോഗപ്പെടുത്തിയ ആളെ സംബന്ധിച്ചിടത്തോളം അതിനെ നോട്ട് എഴുതി 30 ഹദീസുകളെയും 30 റാവിമാരെയും 30 ഗ്രന്ഥങ്ങളെയും ഒക്കെ എഴുതി വെക്കുന്ന ഒരാൾക്ക് ഹദീസ് പഠനത്തിലേക്കൊരു തുറവിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംസാരവും നമ്മുടെ ഈ ഒരു പരിശ്രമവും. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഏതായാലും ഈ ഒരു രീതിയിലായിരുന്നു അവരുടെയും പഠനങ്ങൾ എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ. ഇനിയും മുഅ്ജമുൽ ഔസത്തിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, മുഅ്ജമുൽ സഗീർ ഓരോ ഉസ്താദുമാരിൽ നിന്നും ഓരോ റിവായത്തുകൾ വെച്ച് 1000-ഓളം വരുന്ന ഹദീസുകൾ ആ മുഅ്ജമുൽ സഗീറിൽ ഉണ്ട് എന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. ഇമാം തൊബറാനിയുടെ ഈ മുഅ്ജമുകളൊക്കെ ഹദീസ് ശാസ്ത്രത്തിലെ തന്നെ വിജ്ഞാന ഭണ്ഡാരങ്ങളായി ഒരു വലിയ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമായി മാറി എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ഹദീസ് പഠനത്തിൽ നമുക്ക് കാണാനും വായിക്കാനും സാധിക്കുന്നത്. പല ഹദീസുകളും മറ്റു പല പ്രമുഖ ഗ്രന്ഥങ്ങളിലും ഉണ്ടാകും. ഇപ്പം മുമ്പ് ബുഖാരിയുടെയും ഇമാം മുസ്ലിമിൻ്റെയും ഒക്കെ ഹദീസുകളിലുള്ള ഹദീസുകളുണ്ട്, എന്നാൽ അതിലില്ലാത്ത ഹദീസുകളും ഇതിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത. സ്വഹീഹ് ബുഖാരിയിലില്ലാത്ത സ്വഹീഹായ ഹദീസുകൾ, സ്വഹീഹ് മുസ്ലിമിലില്ലാത്ത സ്വഹീഹായ ഹദീസുകൾ അല്ലേ. നമ്മൾ പറഞ്ഞു ഇമാം ഹാക്കിമിൻ്റെ കാലത്ത് കുറച്ച് ആൾക്കാർ പറഞ്ഞത് അതിൽ മാത്രമേ സ്വഹീഹുള്ളൂ, ബാക്കിയുള്ളതൊന്നും സ്വഹീഹല്ല എന്ന പുത്തൻവാദികൾ വന്നപ്പോൾ അല്ല, അതിനും അപ്പുറത്ത് സ്വഹീഹായ ഹദീസുകൾ ഉണ്ട് എന്ന് തെളിയിക്കാനാണ് ഇമാം ഹാക്കിം ഒരു ഇജ്തിഹാദ് നടത്തിയത്. ഇമാം തൊബറാനിയും ഇതുപോലത്തെ മുഅ്ജമുകളിലൂടെ പരിശ്രമിച്ചത് അത്തരം ചില ആളുകൾക്കുള്ള മറുപടിയായിട്ടൊക്കെയാണ് ഈ ഗ്രന്ഥത്തെ ക്രോഡീകരിച്ചത് എന്നാണ്. ഏതായാലും ഇമാം തൊബറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു വലിയ
പരിശ്രമം തന്നെയാണ് അദ്ദേഹം ഒരു ലോകത്തിന് സമർപ്പിച്ചത്. ഇനി അദ്ദേഹത്തിൻ്റെ ഈ തബറാനിയുടെ മോജമുകളിൽ നിന്ന്, നമ്മൾ പറഞ്ഞു മോജമുകൾ 3 ഉണ്ടെങ്കിലും നമ്മൾ ഒറ്റ ഹദീസ് എടുക്കുന്നത്, 3 നിന്നും ഓരോന്നല്ല. തൽക്കാലം ഈ രാവിൽ ഒറ്റ ഹദീസ്, അത് മോജമുൽ കബീറിലെ ഒരു ഹദീസാണ്. ആ ഹദീസ് എടുക്കണമെന്നുണ്ടെങ്കിൽ മോജമുൽ കബീർ നോക്കുമ്പോൾ ഹംസ പോയിട്ട് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻ അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അബൂദർ അൽ ഗിഫാരി ഒരുപാട് ഹദീസുകൾ റിവായത്ത് ചെയ്ത സ്വഹാബിയാണ്. ധാരാളം ഒന്നില്ലെങ്കിലും 300-ൽ താഴെ ഹദീസുകൾ അദ്ദേഹവും റിവായത്ത് ചെയ്തിട്ടുണ്ട്. മുക്സിറിൽ പെട്ടവനല്ലെങ്കിലും നബിയിൽ നിന്ന് ഒരുപാട് അറിവുകൾ ലോകത്തിന് അദ്ദേഹം ചെയ്തിട്ടുണ്ട്, സമർപ്പിച്ചിട്ടുണ്ട്. ഏതായാലും അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിനെ നമുക്കൊന്ന് വായിക്കാം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു പോരുകയും ചെയ്യാം. മോജമുൽ കബീറിൽ, തബറാനിയുടെ മോജമുൽ കബീറിൽ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ് ഇങ്ങനെയാണ്. അൻ അബീ ദർറിൻ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെന്നു. വഅലൈഹി സൗബുൻ അബിയദ് വഹുവ നായിമുൻ, ഞാൻ ചെല്ലുമ്പോൾ നബി ഒരു വെള്ള കുപ്പായിട്ട് കിടക്കുകയാണ്, ഉറങ്ങുകയാണ്. സുമ്മ അതൈതുഹു വഖദ് ഇസ്തൈഖൽ, ഉറങ്ങിയപ്പോൾ ശല്യപ്പെടുത്താൻ നിന്നില്ല, ഞാൻ അവിടുന്ന് പോന്നു. പിന്നെ ഞാൻ നബിൻ്റെ അടുത്ത് ഒന്നുകൂടിയും പോയി, അപ്പം നബി ഉണർന്നിരിക്കുന്നു. ഫഖാൽ, ഉറങ്ങുന്ന ആളെ ശല്യപ്പെടുത്താൻ പോകാതിരിക്കുന്ന ഒരു മര്യാദയാണ്. ഈ ഹദീസ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അതാണ്. ഉറങ്ങുന്ന ആളെ അല്ലേ, പക്ഷേ നിസ്കാരത്തിൻ്റെ നേരമാണെങ്കിൽ ഉണർത്തും വേണം, വേറെ വല്ല കാര്യങ്ങളാണെങ്കിൽ നിർബന്ധ ബാധ്യതകൾ വല്ലതാണെങ്കിൽ ഉണർത്തും വേണം. നേരം വെളുക്കുമ്പോഴും നേരം വെളുത്തിട്ടും എണീക്കാതെ ഇങ്ങനെ ഉറങ്ങുന്ന ആളാണെങ്കിലും ഉണർത്തണം. പക്ഷേ ഇതൊരു മര്യാദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ഇങ്ങനെ ഉറങ്ങിയപ്പോൾ നബിനെ ഉണർത്തിയില്ല. നബി കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒന്നുകൂടി പോയാക്കി. അപ്പോൾ നബി ഉണർന്നിരിക്കാൻ. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മാ മിൻ അബ്ദിൻ ഖാൽ, ഉണർന്നിട്ട് റസൂലുള്ള പറയാൻ, ഏതെങ്കിലും ഒരു ദാസൻ പറയുകയാണെങ്കിൽ, എന്താ പറയുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറെ ഇലാഹില്ല. ഈ കലിമത്തുൽ ഇഖ്ലാസിന് ആരെങ്കിലും പറഞ്ഞാൽ, സുമ്മ മാത അലാ ദാലിക്, അതും പറഞ്ഞ് അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ പങ്കു ചേർക്കാതെ ആ കലിമത്തു തൗഹീദിൽ ഉറച്ച് അയാൾ മരണപ്പെടുകയും ചെയ്താൽ, ഇല്ലാ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ കടക്കാതിരിക്കൂല, സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കില്ല. അല്ലേ, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ, ശിർക്ക് വരാതെ ജീവിക്കുകയാണെങ്കിൽ, കറകളഞ്ഞ തൗഹീദോടുകൂടി ഒരാൾ ജീവിക്കുകയാണെങ്കിൽ, അല്ലേ, അള്ളാഹു അല്ലാതെ വേറെ ഇലാഹില്ലാന്നും ഇതിനെ മുഴുവൻ പരിപാലിക്കുന്നതും സൃഷ്ടിക്കുന്നതും അള്ളാഹുവാണ്, ഏകനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത് ജീവിച്ചവൻ, ശിർക്ക് വരാതെ ജീവിച്ചവനാണോ, അവന് സ്വർഗമാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കുൽത്തു, അബൂദർ എന്ന് പറയണ കുറച്ച് ഭയങ്കര ആവേശമുള്ള ആളാണ് അബൂദർ. ഇത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, നബിയെ, വ ഇൻ ജന വ ഇൻ സരിഖ, അയാൾ വ്യഭിചരിച്ചാലും അയാൾ മോഷണം നടത്തിയാലും സ്വർഗത്തിലാണോ? ഖാല വ ഇൻ ജന വ ഇൻ സരിഖ്, റസൂലുള്ളാഹി പറഞ്ഞു, അവൻ വ്യഭിചരിച്ചാലും അവൻ മോഷ്ടിച്ചാലും. ഖുൽതു വ ഇൻ ജന വ ഇൻ സരിഖ്, വീണ്ടും ചോദിക്കാണ്, അതിശയോക്തി വീണ്ടും അബൂദറിന്, നബിയെ, അയാൾ വ്യഭിചരിച്ചാലും അയാൾ മോഷ്ടിച്ചാലും? ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, വ ഇൻ ജന വ ഇൻ സരിഖ്, അയാൾ മോഷ്ടിച്ചാലും അയാൾ വ്യഭിചരിച്ചാലും ശരി. വീണ്ടും ചോദിച്ചു, ഖുൽതു വ ഇൻ ജന വ ഇൻ സരിഖ്, തീർന്നില്ല, അയാൾ വ്യഭിചരിച്ചാലും അയാൾ മോഷ്ടിച്ചാലും? ഖാല വ ഇൻ ജന വ ഇൻ സരിഖ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. ഞാൻ അങ്ങനെ 3 തവണ അത് ആവർത്തിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അവസാനം റസൂലുള്ളാഹി പറയാണ്, 3-ാമത്തെ തവണയും പറഞ്ഞു, അയാൾ ഇനി വ ഇൻ ജന വ ഇൻ സരിഖ, ക്വസ്റ്റ്യൻ ചിഹ്നമാണ്, അത് ചോദ്യം പോലെ ചോദിച്ചതാണ്. റസൂലുള്ളാഹി അവസാനം പറഞ്ഞു, വ ഇൻ ജന വ ഇൻ സരിഖ അലാ റഗിമ അൻഫി അബീ ദർ, അബൂദറിൻ്റെ മൂക്ക് മണ്ണിൽ കുത്തിയാലും, അത് അറബിയുള്ള ഒരു പ്രയോഗം, റഗിമ അൻഫു എന്ന് പറഞ്ഞാൽ മൂക്ക് മണ്ണ് കുത്തുക എന്ന് പറഞ്ഞാൽ ഇനി അല്ലെ എന്തൊക്കെ പറ്റിയാലും, എത്ര സങ്കടം ഉണ്ടെങ്കിലും എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അബൂദറിന് എത്ര സങ്കടം ഉണ്ടായാലും, ഇനി അല്ല അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് പാകപ്പെട്ടിട്ടില്ലെങ്കിലും നശിച്ചാലും എന്നുള്ള അർത്ഥമുണ്ട് ഇവിടെ. മൂക്ക് മണ്ണി തട്ടിയാൽ റഗിമ അൻഫു, മൂക്ക് മണ്ണി തട്ടി, അത് അറബിയുള്ള ഒരു പ്രയോഗമാണ്. അയാൾ വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും അയാൾക്ക് സ്വർഗമാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കലിമത്തു തൗഹീദിൻ്റെ വിശുദ്ധിയെ, അതിൻ്റെ മഹത്വത്തെ, എത്രമാത്രം കലിമത്തു തൗഹീദിലേക്ക് ആളുകളെ നമ്മൾ ക്ഷണിക്കണമെന്നുള്ള ബോധ്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതാണത്. ഹദീസിനെ നമുക്ക് വിശദീകരിക്കാം. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, നല്ല താല്പര്യമുള്ള, അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ ഇത്ര കാർക്കശ്യവും സത്യസന്ധതയുമുള്ള ഒരു സ്വഹാബിനെ ഒരു പക്ഷേ എല്ലാവർക്കും ഉണ്ട് സത്യസന്ധത, പക്ഷേ കുറച്ചൊരു വെറൈറ്റി ആയിട്ട് ഈ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. നബി ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്ത സ്വഹാബിയാണ്. ഒരിക്കൽ പറഞ്ഞു, ഔസാനി ഖലീലി, എനിക്കെൻ്റെ കൂട്ടുകാരൻ 7 ഉപദേശങ്ങൾ തന്നു, ബിസബഇൻ, അല്ലേ, എൻ്റെ കൂട്ടുകാരൻ ഉപദേശം തന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്ത് വിശദീകരിച്ചു പോരുന്നത്.
വേറെയും കുറേ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറിനെ സംബന്ധിച്ച് പറഞ്ഞ പല സംഭവം. അബൂദർ ഗിഫാരി പലപ്പോഴും ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇസ്ലാമിലേക്ക് കടന്നു വന്ന 5ാമത്തെ ആളാണ് എന്നാണ്. ഇസ്ലാം സ്വീകരിച്ച 5ാമത്തെ ആൾ, കാരണം 6ാമത്തെ ആളാണ് എന്നൊക്കെ ഖാമിസുൽ ഖംസ എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാറുണ്ട്. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് തഹിയ്യത്തുൽ ഇസ്ലാമിനെ സൂചിപ്പിച്ച ആളാണ് എന്നും ചില പണ്ഡിതന്മാർ അദ്ദേഹത്തെ സംബന്ധിച്ച് എടുത്തു പറയുന്നത് കാണാൻ കഴിയും. അബൂദർ ഗിഫാരിയുടെ മുഴുവൻ പേരെന്താണെന്നറിയോ? അബൂദർ എന്നുള്ളത് കുനിയത്താൻ, ഗിഫാരി എന്ന് പറയുന്നത് ഗിഫാർ ഗോത്രത്തിലേക്ക് ചേർത്ത് പറയപ്പെട്ടതാണ്. മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു ഗോത്രക്കാർ. പലപ്പോഴും കച്ചവടത്തിന് പോകുന്ന മദീന റൂട്ടിൽ കച്ചവടത്തിന് പോകുന്ന ആളുകളെ മുഴുവൻ കൊള്ളയടിച്ച് ജീവിച്ചിരുന്നൊരു സമൂഹം, അതായിരുന്നു ഗിഫാരികൾ. ആ ഗിഫാരികളുടെ കൂട്ടത്തിലാണ് ഇദ്ദേഹം വളർന്നതും ജനിച്ചതും ഒക്കെ. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് കേട്ട് നബിയിൽ ആകൃഷ്ടനായി നബിയുടെ അരികിൽ വന്ന് മക്കത്ത് വെച്ച് ഇസ്ലാം മതം സ്വീകരിച്ചവനാണ്. നബിയെ കാണാൻ വേണ്ടി 30ഓളം നാളുകൾ കഅബയുടെ അരികിൽ സംസം വെള്ളവും കുടിച്ച് അദ്ദേഹം കഴിച്ചു നീക്കി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാനാകും. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ജുന്ദുബ് ബിൻ ജുനാദ റളിയല്ലാഹു അൻ, ജുന്ദുബ് ബിൻ ജുനാദ. പക്ഷെ ആ പേരിൽ അദ്ദേഹം അറിയപ്പെട്ടില്ല, അറിയപ്പെട്ടത് അബൂദർ എന്ന പേരിലാണ്. ഭയങ്കര ധീരനായിരുന്നു, സത്യസന്ധനായിരുന്നു, ഭയങ്കര ലളിത ജീവിതം, ലാളിത്യത്തിൽ ജീവിച്ച ഒരാളാണ്. വലിയ സൗകര്യങ്ങളും ആഡംബരങ്ങളെയും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ പറഞ്ഞു ആദ്യ കാലഘട്ടങ്ങളിൽ ഇസ്ലാം മതം സ്വീകരിച്ചവൻ അലി റളിയല്ലാഹു അൻഹു ആണ് ശരിക്കും റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തുന്നത് അബൂദറിനെ. അങ്ങനെയാണ് മക്കയിലെത്തി ആദ്യത്തെ 5ഓ 6ഓ വ്യക്തികളിൽ അദ്ദേഹത്തെ എണ്ണാൻ കഴിയുമെന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു അബൂദറിനെ, ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചില ഉപദേശം കൊടുത്തിരുന്നത്. ഒരിക്കൽ പറഞ്ഞു, അബൂദർ നീ ഒരിക്കലും എന്ത് ചെയ്യരുത്, അധികാരത്തെ ചോദിച്ചു വാങ്ങരുത്. 2 ആൾക്കാർക്ക് പോലും നീ ഒരു നേതാവായി മാറരുത്. കാരണം ഇന്നഹ അമാന, നേതൃത്വം എന്ന് പറയുന്നത് അതൊരു അമാനത്താണ്, വിശ്വസിച്ചേൽപ്പിക്കപ്പെടുന്ന സംഗതിയാണ്, പടച്ചോൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. വ ഇന്നക ദഈഫുൻ, അബൂദർ നീ ദുർബലനാണെന്നാണ്. ദഈഫ് എന്ന് പറഞ്ഞാൽ ചേലും കോലുണ്ടല്ല, ചേലും കൊണ്ട് അദ്ദേഹം ഒരു ആജാനബാഹുലനായിരുന്നു. ജസീം എന്ന് പറഞ്ഞാൽ നല്ല ശരീരമുള്ള, നല്ല ബലമുള്ള, ധീരതയുള്ള ഒരാളായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി ഇന്നക ദഈഫ്, നീ ദുർബലനാൻ. ദുർബലത എന്ന് പറയുന്നത് അല്ലേ, അത് ആരോഗ്യത്തിലല്ല. ഈ ഒരു നേതൃത്വം എന്ന് പറയുന്നത് റബ്ബിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സംഗതിയാണ്. അബൂദറിനോട് ഇഷ്ടം ഉണ്ടായതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞെടുത്തത്, പടച്ചവൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും, നീ ദുർബലനാണ് എന്ന്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദേഹത്തെ പറ്റി പറഞ്ഞത്, അബൂദറിനേക്കാൾ സത്യസന്ധമായി സംസാരിക്കുന്ന മറ്റൊരാളും ഇന്ന് ഭൂമിയുടെ മുകളിൽ ഇല്ല എന്നാണ്. ഭൂമി അങ്ങനത്തെ ഒരാളെ ചുമന്നിട്ടില്ല, ആകാശം തണൽ വിരിച്ചിട്ടുമില്ല. ആ ഹദീസ് അങ്ങനെ ഭയങ്കര രസമാണ് ഹദീസ് വായിക്കുമ്പോൾ. ഹദീസിലെ വരികൾ തന്നെ, അറബിയിലെ വരികളൊക്കെ, മാ അഖല്ലത്തിൽ ഖുബറ വല അദല്ലത്തിൽ ഖളറ. ഭൂമിയറ്റ് ഖുബറ എന്ന് പറഞ്ഞാൽ ശരിക്കും പൊടിപടലങ്ങൾ എന്നാണ്. ഒരു വൻപ്രദേശങ്ങൾ ചുമന്നിട്ടില്ല, ആകാശം തണൽ വിരിച്ചിട്ടുമില്ല. മിൻ റജുലിൻ അസ്തഖ ലഹ്ജതി മിൻ അബീദർ, അബൂദറിനേക്കാളും സത്യസന്ധമായി സംസാരിക്കുന്ന ഒരുവന്. അത്രക്കും നല്ല സത്യസന്ധനായിരുന്നു അതെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി 7 ഉപദേശങ്ങൾ കൊടുത്തപ്പോൾ ഒരു ഉപദേശം അതായിരുന്നു. 7 ഉപദേശങ്ങളിലൊന്ന് പറഞ്ഞല്ലോ, എന്താണ്, ഔസാനി ഖലീലി അൻ അഖൂലൽ ഹഖ്ഖ വ ഇൻ കാന മുറ. എൻ്റെ കൂട്ടുകാരൻ എന്നോട് സത്യം പറയാൻ വേണ്ടി പറഞ്ഞു, കാര്യം എത്ര കൈപ്പേറിയാലും സത്യസന്ധത ജീവിതത്തിൽ മുറുകെ പിടിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഉണർത്തിയെന്നാണ്. അതുകൊണ്ട് തന്നെ സത്യസന്ധനായിട്ടാണ് അദ്ദേഹം ജീവിച്ചത് പോലും. റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, അതായത് തബൂക്ക് യുദ്ധം വളരെ പ്രസിദ്ധമായൊരു യുദ്ധമാണ്. സൂറത്തു തൗബയുടെ പശ്ചാത്തലം വായിക്കണം. ഒരുപാട് ആളുകൾക്ക് പരീക്ഷണമായി ഇറങ്ങിയതായിരുന്നു തബൂക്ക് യുദ്ധം അല്ലേ. തബൂക്ക് യുദ്ധത്തിലെ പല സംഭവങ്ങളും അള്ളാഹു എടുത്ത് പറയുന്നുണ്ട്. ആ തബൂക്ക് യുദ്ധത്തിൽ മാറി നിന്ന ആളുകളുണ്ട്. പക്ഷേ തബൂക്ക് യുദ്ധത്തിലേക്ക് മാറി നിൽക്കാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല അബൂദർ. കയ്യിലുണ്ടായിരുന്ന ചാവാലി ഒട്ടകവും കൊണ്ട് അദ്ദേഹം പോയി എന്നാണ്. ചാവാലി ഒട്ടകം, വേറെ നല്ല മുന്തിയ ഒട്ടകമൊന്നും കയ്യിലുണ്ടാകും, പുതിയത് വാങ്ങാനുള്ള പണവുമില്ല. കുറേ ആൾക്കാർ വന്ന് റസൂലുള്ളാഹിനോട് തബൂക്ക് യുദ്ധത്തേക്ക് പോകാൻ വേണ്ടി ഒട്ടകം ചോദിച്ചു. നബിയെ ഒട്ടകത്തിന് പണം തരുമെന്ന് ചോദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, ഒട്ടകത്തിന് പണം തരാനുള്ള ആവതിപ്പല്ല, കൊടുക്കാനുള്ള അവസ്ഥയല്ല, നിങ്ങൾ വീട്ടിലിരുന്നോളെന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് പോയി എന്നാണ്. അവർ പിന്നീട് പിൽക്കാലത്ത് ബക്കാഉൻ, നന്നായി കരയുന്നവർ എന്ന പേരിൽ അവരറിയപ്പെട്ടത് കാണാം ചരിത്രത്തിൽ. അതൊക്കെ ചരിത്രമാണ്. ഏതായാലും ആ തബൂക്ക് യുദ്ധത്തിൽ കയ്യിലുണ്ടായിരുന്ന ഒരു എന്താ പറയുക, ഒരു ഒടിഞ്ഞു തൂങ്ങിയ ഒരു ചാവാലി ഒട്ടകപ്പുറത്ത് തബൂക്കിലേക്ക് പോയി. പക്ഷെ ബാക്കിലായി, കാരണം അവരൊക്കെ മുന്നിലേ പോയി. അബൂദർ ലാസ്റ്റാണ്.
വിദൂരതയിൽ നിന്ന്, അങ്ങ് വിദൂരതയിൽ നിന്ന് ഒരാളിങ്ങനെ കടന്നു വരുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അത് അബൂദറായിരുന്നെങ്കിൽ, അത് അബൂദറായിരുന്നെങ്കിൽ. തിരികെ അല്ലെ, അങ്ങ് വിദൂരതയിൽ നിന്ന് അടുത്തടുത്ത് വന്ന അബൂദറിനെ കണ്ട റസൂലുള്ളാഹി പറയാണ്, യാ അബാദർ ഇന്നക തംശി വഹദക് വതമൂതു വഹദക് വതുബഅസു വഹദക്. അബൂദറെ, നീ ഒറ്റക്ക് നടക്കേണ്ടി വരും, നീ ഒറ്റക്ക് മരണപ്പെടും, നീ ഒറ്റക്ക് നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അത് ജീവിതത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനമാണ്. അബൂദർ ലളിത ജീവിതത്തെ സ്വീകരിച്ചവനാൻ, സത്യസന്ധതയുടെ പേരിൽ പലപ്പോഴും പുറത്താക്കപ്പെട്ടവനാൻ. പിൽക്കാലത്ത് പല ഭരണാധികാരികളും മദീന ഭരിച്ചപ്പോൾ സത്യസന്ധത, അതുപോലെ തന്നെ ലാളിത്യം, ലളിതമായ ജീവിതം, വലിയ സമ്പത്ത് ശേഖരിക്കുന്നവരെ വിമർശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അബൂദറിനെ കാണാം. അതുകൊണ്ട് തന്നെ പലർക്കും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറി, ആൾക്കാരെ വേദനിപ്പിക്കാതെ ഒഴിഞ്ഞു മാറി ജീവിക്കാൻ അദ്ദേഹം താല്പര്യം കാണിച്ചു എന്നാൻ. അദ്ദേഹം റബദയിൽ, മദീനയിൽ ഒഴിഞ്ഞ ഒരു പ്രാന്തപ്രദേശത്ത് റബദയിൽ അദ്ദേഹം ഒറ്റക്ക് അവസാന കാലഘട്ടത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു മോളും കഴിഞ്ഞ നാളുകളെ സംബന്ധിച്ച് ചരിത്രത്തിൽ കാണാൻ കഴിയും. അവിടെ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ മറവാടാൻ ഒരു കഫംപുട പോലും ഉണ്ടായിരുന്നില്ല, സഹായിക്കാൻ, ഖബറിലേക്ക് എടുത്തു വെക്കാൻ ഒരാൾ പോലും കൂട്ടിനുണ്ടായിരുന്നില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവും സംഘവും അങ്ങ് വിദൂരതയിൽ നിന്ന് കടന്നു വരുമ്പോൾ കൈകൊട്ടി വിളിച്ച അദ്ദേഹത്തിൻ്റെ പ്രിയതമ കരയുന്ന രംഗങ്ങൾ, ആ അവസ്ഥ കണ്ട്, അബൂദറിൻ്റെ അവസ്ഥ കണ്ട് കരയുന്ന ഇബ്നു മസ്ഊദിൻ്റെ രംഗങ്ങൾ ഹദീസുകൾ നമുക്ക് കാണാനാകും. അത്രമാത്രം സത്യസന്ധതയിൽ നിറഞ്ഞു നിന്നൊരു ജീവിതം അബൂദറിൻ്റെ വൈകാരികമായ ജീവിതത്തിൽ നമുക്ക് വളരെ വികാരത്തോടു കൂടി എടുത്തു പറയാൻ സാധിക്കും. അബൂദർ റളിയല്ലാഹു അൻഹുവിനെ മറമാടിയിട്ട് പറയാൻ റസൂലുള്ളാഹി പറഞ്ഞ വാക്കാൻ, ഒറ്റപ്പെട്ടുകൊണ്ടുള്ള ഒരു മരണത്തെ സംബന്ധിച്ച് നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോഴും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയുടെ യാഥാർത്ഥ്യത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് എന്നാണ് ആ ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വളരെ ആവേശകരമായ പല സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒരുപാട് ഹദീസുകൾ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ, ഈ പറഞ്ഞ ഈ കലിമത്തു തൗഹീദിനെ പറ്റി പറഞ്ഞ ഹദീസൊക്കെ എത്ര സ്പഷ്ടമാണ്. ആ ഹദീസിൻ്റെ പേരിലാണ് അബൂദർ അറിയപ്പെട്ടതെന്നാണ് ചില പണ്ഡിതന്മാരാണ്. അബൂദറിൻ്റെ ഹദീസ്, വിശ്വപ്രസിദ്ധമായ അബൂദറിൻ്റെ ഹദീസ് എന്നാണ് മുഹദ്ദിസുകൾ ആ ഹദീസിനെ സംബന്ധിച്ച് വാചാലരാകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ സ്വർഗത്തിലാണ്, സ്വർഗമല്ലാതെ അവനില്ല, അവൻ വ്യഭിചരിച്ചാലും അവൻ മോഷ്ടിച്ചാലും എന്നൊക്കെ പറഞ്ഞു. 3-4 തവണ ആവർത്തിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് അതാണ് എന്ന് കരുതി ജീവിതത്തിൽ തിന്മകൾ ഉണ്ടായി പോകണമെന്നല്ല. അതിൻ്റെയൊക്കെ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് അവസാനം സ്വർഗം ലഭ്യമാകുമെന്നാണ് ഓർമ്മിപ്പിച്ചത്. അതിൻ്റെയൊക്കെ ശിക്ഷ ഭയങ്കര കൊടിയ ശിക്ഷയാണ്. വ്യഭിചാരത്തിൻ്റെ ശിക്ഷ, അല്ലേ, അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്നവൻ്റെ ശിക്ഷ, മോഷണം നടത്തുന്നവൻ്റെ ശിക്ഷ, ദുനിയാവിൽ തന്നെ അതിൻ്റെ ശിക്ഷ ഭയങ്കര വേദനാജനകമാണ്. അപ്പോൾ ആഖിറത്തിലോ? ദുനിയാവിലൊക്കെ ഇതിൻ്റെ ഇസ്ലാമിക ഭരണകൂടം നൽകുന്ന ശിക്ഷാരീതികൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. പക്ഷെ അതിനെയും സ്വീകരിച്ച, അതിലൂടെയും തൗബയെ സാക്ഷാത്കരിച്ച, ഏറ്റവും നല്ല തൗബ ചെയ്ത ആളുകൾ പ്രവാചകന്റെ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ കാണാൻ കഴിയും. ഈ തിന്മകൾ വന്നുപോയവർ. പക്ഷെ ആ തിന്മകൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും പരലോകത്ത്. അതൊരിക്കലും താങ്ങൂല. ലാ യുഅദ്ദിബു അദാബഹു അഹദ്, അള്ളാഹ് ശിക്ഷിക്കുന്നത് പോലെ ഒരാളും ശിക്ഷിക്കൂല. വലാ യൂസിഖു വസാഖഹു അഹദ്, അള്ളാഹ് കെട്ടിയിടുന്നത് പോലെ ഒരാളും കെട്ടിയിടൂല. അള്ളാഹിൻ്റെ ശിക്ഷ ഭയങ്കര ശിക്ഷയാണ്, അല്ലേ? എന്താണ് അദാബൽ അക്ബർ എന്നാ പറഞ്ഞത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അപ്പം തിന്മകൾ വരുമ്പോൾ അത് പൊറുക്കപ്പെടണം, അള്ളാഹുവിനോട് പൊറുക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷേ എന്നാലും അത് പൊറുക്കപ്പെടാതെ ഒരാൾ തിന്മകൾ, ഹറാമുകളൊക്കെ ജീവിതത്തിലുണ്ട്, പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹയും ഉണ്ട് എങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു അയാൾക്ക് സ്വർഗം കൊടുക്കുമെന്നാണ്. അത് റബ്ബിൻ്റെ റഹ്മത്താൻ. അബൂദറിന് അത് കേട്ടപ്പോൾ ഭയങ്കര, അല്ലേ, അബൂദറിന് വിചരിച്ചവനും കള്ളു കുടിച്ചവനും അതല്ലെങ്കിൽ മോഷണം നടത്തിയവനും എന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചത് ഒരമർഷം കൊണ്ടാണ്. ആ അമർഷത്തെക്കാളും എത്രയോ വിശാലമാണ് റബ്ബിൻ്റെ റഹ്മത്ത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞത്. ഹദീസു ബിതാഖ, ചരിത്രത്തിലൊരു ഹദീസുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് രേഖപ്പെടുത്തിയ ബിതാഖ, ഒരു കഷണം കടലാസ് അല്ലെങ്കിൽ ഒരു കഷണം, ഒരു ബിതാഖത്ത് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുക ഒരു കാർഡിനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാ മീസാനിൽ വിചാരണ നടത്തപ്പെടുമ്പോൾ, അവൻ്റെ കർമ്മങ്ങൾ തൂക്കപ്പെടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഈ ബിതാഖ വെക്കുന്നതോടുകൂടി ഫതാശത്തിൽ കിഫ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ച കിഫ എന്ന് പറഞ്ഞ തട്ട് അതങ്ങ് താഴും, മറ്റേ കിഫ ഫതാശത്ത് അതങ്ങ് പാറിപ്പോകുമെന്നാൻ. കാരണം ഇതിൻ്റെ ഘനം, ഇതിൻ്റെ വിശുദ്ധി, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാനാണ് ലോകത്ത് മുഴുവൻ അമ്പിയാക്കളും കടന്നു വന്നത്. എല്ലാ നബിമാരും വന്നത് എന്തിനാ? ജനങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ നിന്ന് രക്ഷിക്കാനാ. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരുപാട് ചാരിറ്റി ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഇനി ആ ഒരു കഷ്ടപ്പാടുണ്ടാകുമ്പോൾ ചാരിറ്റിക്ക് വേണ്ടി ആൾക്കാർ മുന്നിൽ വരും. പക്ഷെ തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരില്ല. തൗഹീദ് പറയണം, തൗഹീദ് പഠിപ്പിക്കണം, അതിനു വേണ്ടി നമ്മൾ അധ്വാനിക്കണം എന്ന് പറയുന്നതിൻ്റെ പൊരുളെന്താ? ആളുകളെ നരകത്തിൽ നിന്ന് രക്ഷിക്കലാണ് ഏറ്റവും വലിയ ചാരിറ്റി, ഏറ്റവും വലിയ ദൗത്യം അതാണ്. നമ്മൾ പ്രിയപ്പെട്ട ആൾ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി, അയാൾക്ക് ഭൗതികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സഹായിക്കാൻ ഇറങ്ങുന്നു. എന്നാൽ ഏറ്റവും വലിയ പ്രശ്നമാണ് പാരത്രികമായ പ്രശ്നം, നരകം. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ദൗത്യം എന്തുകൊണ്ട് നമ്മൾ നിർവഹിക്കുന്നില്ല? തൗഹീദിൻ്റെ ദൗത്യത്തെ സംബന്ധിച്ച്, തൗഹീദ് എന്ന അമാനത്തിനെ ലോകത്തെത്തിക്കുന്നതിനെ സംബന്ധിച്ച്, ആളുകളെ പഠിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഈ ഹദീസിനെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പഠിപ്പിക്കാനാണ് ലോകത്തമ്പിയാക്കൾ മുഴുവൻ അവരുടെ ആയുസ് മുഴുവൻ അവർ ചെലവഴിച്ചത് അതിനു വേണ്ടിയാണ്. കാരണം ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾക്ക് സമ്മാനിക്കുന്നത് സ്വർഗമാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടവനെ സ്വർഗത്തിൽ കാണാനല്ലേ. ഈ ദഅവത്ത് എന്ന് പറയുന്നതിൽ അതിലൊരു സത്യസന്ധതയുണ്ട്, അതിലൊരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം, മറ്റുള്ളവനോടുള്ള അങ്ങേയറ്റത്തെ താല്പര്യം അയാളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാനായിരിക്കണം. അല്ലാതെ ഒരാളെ അടിച്ചിരുത്താനുള്ള മറുപടികളാവരുത്, അല്ലെങ്കിൽ ഒരാളെ വിമർശിച്ച് ആക്ഷേപിക്കാനുള്ളതാവരുത്. അയാളോടുള്ള സത്യസന്ധമായ സ്നേഹമായിരിക്കണം നമ്മുടെ പ്രബോധനമെന്നൊക്കെയാണ് ഈ വരികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വാക്കുകൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം വിശാലമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സുകൊണ്ട് പറഞ്ഞവൻ, അതിനെ അംഗീകരിച്ചവൻ, അതിനെ പ്രാവർത്തികമാക്കിയവൻ, അവൻക്ക് സ്വർഗമാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നരകത്തിൽ നിന്ന് അള്ളാഹു മോചനം നൽകുമെന്ന് പറയുന്നൊരു ഹദീസും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാം. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് ഒരാളുടെ അവസാനത്തെ വാക്കെങ്കിൽ അയാൾക്ക് നരകമോചനമാണ്. മറ്റൊരു റിവായത്തിൽ കാണാൻ അയാൾക്ക് സ്വർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗക്കാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ജീവിതത്തിൽ പകർത്തുന്ന, അതിനെ പ്രബോധനം ചെയ്യുന്ന ഏറ്റവും നല്ല മുവഹിദുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. തൗഹീദിൽ പലപ്പോഴും വ്യതിചലനം സംഭവിച്ച ഒരുപാട് ആളുകൾ മുസ്ലിം സമൂഹത്തിൽ കടന്നു വരുന്നു. ആരും ഇതിൽ നിന്ന് സുരക്ഷിതരാണ് എന്ന വിചാരം വേണ്ട. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽം ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ഈ ഒരു ഈമാനിൽ ഒരിക്കലും ഒരു കലർപ്പുണ്ടാവാൻ പാടില്ല. കാലാന്തരികത്തിൽ കലർപ്പ് കടന്നു വന്ന ചരിത്രങ്ങൾ പലതും നമുക്കറിയാം. നൂഹ് നബിയുടെ കാലം മുതൽ കടന്നു വന്ന ശിർക്കിനെ സംബന്ധിച്ച് ബോധവാന്മാരാകണം. കറുത്ത പാറയിൽ കറുത്ത ഉറുമ്പ് അരിച്ചു കയറുന്നത് പോലെ ചെറിയ ശിർക്കിനെ നിങ്ങൾ ഭയപ്പെടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ നമ്മൾ ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കറകളഞ്ഞു മുവഹിദുകളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തൗഹീദ് റുബൂബിയ്യയിലും തൗഹീദുൽ ഉലൂഹിയ്യയിലും തൗഹീദുല്ലാഹി അസ്മാ വസിഫാത്തിലും ഒക്കെ കടിശത വെച്ച് പുലർത്തുന്ന, അതിനെ സംബന്ധിച്ച് പഠിക്കുന്ന, അതിനെ സംബന്ധിച്ച് ബോധവാന്മാരാകുന്ന ഏറ്റവും നല്ല വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാക്കുമുല്ലാഹു ഖൈറ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.